മധുരയിൽ നടക്കുന്ന 24ാമത് പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും പാർട്ടി പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള 2 പാർട്ടി പ്രതിനിധികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഗൾഫ് രാജ്യത്തെ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തന രംഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പേരെന്താ? NK കുഞ്ഞഹമ്മദ് എന്നാണ് പേര്. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ കൂടിയാണ്. ഗൾഫിൽ നമ്മുടെ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ട് വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അതാണ് ക്ഷേമനിധി, ലോക കേരള സഭ, നോർക്ക റൂട്ട്സിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ. ഈ കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ്റും അതുപോലെ പരിപാടി നടപ്പിലാക്കുന്നതിനാണല്ല. അപ്പോൾ ആ നിലയ്ക്ക് പ്രവാസികൾ അവർ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പൊരുന്ന ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അപ്പം ഈ അടുത്ത കാലത്ത് വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന അതിനകത്തും പാർലമെൻറ്റിനകത്തും രാജ്യസഭയ്ക്കകത്തും പൊരുതാൻ വേണ്ടി ഇടതുപക്ഷ മാത്രമുള്ളൂ. ഒരുപക്ഷേ നമ്മളെ വിദേശത്ത് നോക്കിക്കാണുന്ന സമയത്ത് ഇപ്പം 24ാം പാർട്ടി കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ട് മതനിരപേക്ഷ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ആഹ്വാനമായിരിക്കും. ആ ആഹ്വാനത്തിന് പുറകിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ നമ്മുടെ പ്രവാസികളായ ആളുകൾ അതിൻ്റെ പുറകിൽ അണിനിരത്തുക അല്ലെങ്കിൽ നിൽക്കുക എന്നുള്ളതിനാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം. അത് ഏറ്റെടുത്തുകൊണ്ടാണ് വിദേശ രാജ്യത്തെ പ്രവാസി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CV നാരായണൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ ബഹ്റിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 42 വർഷക്കാലമായി ബഹ്റിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായ പ്രവർത്തനം നടത്തുന്ന ബഹ്റിൻ പ്രതിഭ എന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക എന്നത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഒരു ജീവിതാഭിലാഷമായിരിക്കും. അപ്പോൾ തീർച്ചയായും അത് സബലീകരിച്ചു എന്ന സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 42 വർഷക്കാലത്തെ എൻ്റെ ബഹ്റിൻ ജീവിതത്തിൽ ഒട്ടേറെ ആളുകളെ സഹായിക്കുന്നതിന്, പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ പേരും പെരുമയും ലോകത്തോളം എത്തിക്കുന്നതിന് വേണ്ടി പ്രവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ വീക്ഷണമുള്ള, മതനിരപേക്ഷ സ്വഭാവമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംഘടനയാണ് ബഹ്റിനിൽ പ്രതിഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗൾഫിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, സൗദിയിലായാലും കുവൈറ്റിലായാലും ഖത്തറിലായാലും ഒമാനിലായാലും ഇവിടെയൊക്കെ തന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ഗൾഫ് മേഖലയിൽ നിന്ന് ഞങ്ങൾ 2 പേരെയാണ് പാർട്ടി തീരുമാനിക്കുകയും പ്രതിനിധികളായി തന്നെയാണ് ഞങ്ങളിവിടെ എത്തുകയും ചെയ്തിട്ടുള്ളത്. വലിയ അനുഭവമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ പാർട്ടി കോൺഗ്രസ്സിൽ ഗൾഫ് പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യമായിട്ടാണ് ബഹ്റിൽ നിന്ന് ഒരാൾ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്നത്. 22ാം പാർട്ടി കോൺഗ്രസ്സിൽ ഒമാനിൽ നിന്നൊരു സഖാവ് വന്നു. 23ാം പാർട്ടി കോൺഗ്രസിൽ കുവൈറ്റിൽ നിന്ന് വന്നു. 24ാം പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ 2 പേര് വന്നു. അപ്പോൾ തീർച്ചയായും ഗൾഫ് മേഖലയിൽ നിന്ന് ഇനിയും ആളുകൾ നമ്മുടെ ഭാവി പാർട്ടി കോൺഗ്രസിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ ശക്തമായ, വളരെ സക്രിയമായ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ, ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ, അവരൊക്കെയായി ബന്ധപ്പെടുന്നതിനും പരിചയപ്പെടുന്നതിനും ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുന്നതിനും ഞങ്ങൾക്ക് ഇതുവഴി സാധിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ദേശീയ നേതാക്കളെയും നമ്മുടെ സംസ്ഥാന നേതാക്കളെ എല്ലാവരെയും സമ്മേളനത്തിനെത്തിയപ്പോൾ കാണാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളും ഒക്കെ നൽകുന്നൊരു ആവേശം, മധുരയിലെത്തുമ്പോൾ ലഭിക്കുന്ന ഒരു ആവേശം, അത് എങ്ങനെയാണ് ഗൾഫിലോട്ട് എത്തുമ്പോൾ ആ ആവേശം കൂടുതൽ എന്തെല്ലാം പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാനാണ്? തീർച്ചയായും കീഴ്വൺമണി എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ഒരു വലിയ ഒരു വിഷയം നമ്മുടെയൊക്കെ മുന്നിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കീഴ്വൺമണി എന്നിലൊക്കെ വലിയ ആവേശവും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടാണ്. അവിടെ നിന്ന് 200 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ നമ്മുടെ സമ്മേളനം നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ കണ്ടു. അതിൽ കാശ്മീർ സിംഹം എന്ന് പറയുന്ന തരിഗാമിയെ ഇന്നലെ കാണുകയും അദ്ദേഹവുമായി
വളരെ അടുത്ത് ബന്ധപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിലുള്ള ഒട്ടനവധി സഖാക്കളുമായി ഇവിടെ വെച്ച് പരിചയപ്പെടുന്നതിന് സാധിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവം. അതുമാത്രമല്ല, ഈ ഒരു അനുഭവം ഞാൻ തിരിച്ചു പോയാൽ എൻ്റെ ബഹ്റിനിലുള്ള പ്രതിഭയുടെ ആളുകളുമായി പങ്കുവെക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം അത് ഒരു സീമാതീതമായ സന്തോഷമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഗൾഫിലെ മറ്റ് സാംസ്കാരിക പ്രവർത്തനം ഇനി മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്ന ഘടകങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇനി ഇവിടുന്ന് കിട്ടിയ ഒരു ആവേശമൊക്കെ? വിദേശ രാജ്യത്തുള്ള ഇടതുപക്ഷ സാംസ്കാരിക സംഘടനകൾക്ക് നമ്മുടെ ഈ പാർട്ടി കോൺഗ്രസിനകത്ത് 2 പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളത് എല്ലാ രാജ്യത്തെയും ഇടതുപക്ഷ സാംസ്കാരിക സംഘടനകൾക്ക് ഒരു ആവേശമാണ്, തർക്കമില്ല കാര്യത്തിനകത്ത്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ സ്റ്റേറ്റിലെ ആളുകളൊക്കെ തന്നെ എല്ലാ രാജ്യത്തും ഉണ്ട്. അപ്പം പ്രത്യേകിച്ചും നമ്മുടെ തമിഴകത്ത് എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി തീർക്കാനുള്ള പ്രയത്നത്തിലാണ് ഇവിടുത്തെ പ്രവർത്തകർ മാസങ്ങളായിട്ട്. അപ്പോൾ ഒരുപക്ഷെ അവർക്കുൾപ്പെടെ വലിയ പ്രചോദനമാണ് വിദേശ രാജ്യത്തെ അവരുടേതായിട്ടുള്ള ആളുകൾക്ക് ഈ പാർട്ടി കോൺഗ്രസ് നൽകാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവിടെ ഏറ്റവും ഇപ്പം നേരത്തെ CV ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, വർഗീയ ഫാസിസത്തെ എതിർക്കുക, പാർലമെൻറ്റിനകത്ത് മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള നിയമങ്ങളുണ്ടായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ തകർക്കുകയാണ്. ഈ ഫെഡറലിസത്തെ തകർക്കുന്നതിനെതിരായിട്ടാണ് ഇവിടെ ഈ 5 ദിവസമായിട്ട് ഏതാണ്ട് 800 വരുന്ന പ്രതിനിധികൾ, അതിനകത്ത് വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചർച്ചപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വിദേശ രാജ്യത്തെ പ്രവാസി സമൂഹത്തിന്, പ്രത്യേകിച്ചും ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള പ്രവാസി സംഘടനകൾക്ക് എല്ലാ രാജ്യത്തെയും, അത് ഏതെങ്കിലും ഒരു രാജ്യമല്ല, എല്ലാ രാജ്യത്തെയും സംഘടനകൾക്ക് അത് പ്രചോദനമാവും, അത് ആവേശമാവും, അത് ഇടതുപക്ഷം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കരുത്തേം കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് കിട്ടിയ ആവേശവും അതിൽ നിന്ന് കിട്ടിയ ഊർജവും കൊണ്ട് ഗൾഫ് മേഖലകളിൽ കൂടുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ പോവുകയാണ് ഗൾഫിൽ നിന്നും എത്തിയ പ്രതിനിധികളായ നമ്മുടെ 2 സഖാക്കൾ. മധുരയിൽ നിന്നും ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.